ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡേവിഡ് എന്ന് പറയുന്ന ആശാൻ്റെ മുകളിൽ മറ്റൊരാളുണ്ടെന്നുള്ള കാര്യം മാളവിക നമ്മുടെ നയനയും ആദർശിനെയും കണ്ടു പറയുവാണ്. അപ്പോൾ അവർക്ക് അതൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷമാണ് അയാൾ ഓക്കെ പോലും പറഞ്ഞതെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ ആദർശം നയനയും ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരായിരിക്കും നമ്മൾ തേടുന്ന പ്രതികളല്ലേ എന്ന് ആദർശ് ചോദിച്ചു. അതാരാണെന്ന് മാളവിക ചോദിച്ചില്ലേന്ന് ചോദിച്ചു. പക്ഷെ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് പറയൂ. അപ്പോൾ ലോകം മുഴുവൻ പിടിച്ചെടുക്കാൻ നടക്കുന്ന ഒരു MDയുടെ ഒരു ജ്വല്ലറിയുടെ MDക്ക് ഡിസൈനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് ആദർശ് പറയുക. എൻ്റെ മുത്തശ്ശനും എനിക്കും ഒക്കെ ഇതിനെപ്പറ്റി നല്ല നോളജ് ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മേഡം വരച്ച ഡിസൈൻ കണ്ടിട്ട് ഞാൻ പോലും അന്തം വിട്ടുപോയി. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അതുമായി ആത്മവിശ്വാസത്തോടെ അയാളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോഴാണ് അയാൾ പുച്ഛത്തോടെ അതൊക്കെ നോക്കിയത്. പിന്നീട് മറുപടി പറയണമെന്ന് പറഞ്ഞപ്പം പ്ലേറ്റ് മാറ്റുകയും ചെയ്തു എന്നുള്ള കാര്യവും മാളവിക ഇവരോട് പറഞ്ഞു. മാളവിക ഇനിയിപ്പോൾ അവിടെ ഉണ്ടാകുമല്ലോ, അവരുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ ഇപ്പോൾ മാളവികയെ സെലക്ട് ചെയ്തവർക്കിലേക്ക് എത്താൻ പറ്റുമല്ലോ എന്ന് ആദർശ് പറയുമ്പോൾ എനിക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സാലറിയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നതെന്നും പിന്നെ അതാണ് അവർ ഹൈലൈറ്റായി കാണുന്നതെന്ന് മാളവിക പറയുമ്പോൾ, മാളവിക ഞങ്ങൾക്ക് വേണ്ടിയില്ല റിസ്ക് എടുക്കുന്നത്, അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം വരുമാനം ഇല്ല എന്നുള്ളൊരു നിരാശയൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയുന്ന അതിന. അപ്പോൾ വരുമാനമൊന്നും ഇല്ലെങ്കിലും സാറൊരു ജോലി ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്യാൻ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് മാളവിക ഇവരോട് പറയുക. വളരെ പ്ലാൻ ചെയ്താണ് ജ്വല്ലറിക്കാരെന്നെ ചീറ്റ് ചെയ്തത്, അതും 2 തവണ. ഇപ്പോൾ ഞാൻ ദുബായ് ജയിലിൽ കിടക്കേണ്ടതാണെന്നും ആ രീതിയിലൊരു സ്ഥാപനത്തിൽ MDയെയും തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും അവരെ നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ എന്ന് ആദർശ് ഇങ്ങനെ മാളവികയോട് പറയുകയും ചെയ്തു. പിന്നെ ഇതുപോലെ സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് മാത്രം നമുക്ക് മീറ്റ് ചെയ്താൽ മതി കേട്ടോ, ഏതെങ്കിലും രീതിയിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നിനക്കും ദോഷം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ആദർശ് പറയണം. കാരണം ശത്രുക്കൾ അത്രയ്ക്ക് മനുഷ്യത്വം ഇല്ലാത്തവരാ, നമ്മൾ കരുതുന്നതിന് അപ്പുറത്തുള്ളവരാ. ആ ഒരു ചിന്ത നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് മാളവികയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആദർശ്. അപ്പോൾ മാളവികയ്ക്ക് എത്ര ഡിസൈൻ വേണമെങ്കിലും ഞാൻ തയ്യാറാക്കി തരാമെന്ന് അതിനെ പറയുമ്പം ഇത്തവണ വിഷു അവർ സ്വന്തമാക്കുമെന്നാണ് പറയുന്നതെന്ന് മാളവിക പറയുമ്പം അതങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. വിഷുവിനെ മൂർത്തി ജ്വല്ലറിക്ക് മുകളിൽ വരട്ടെ ജ്വല്ലറി. അപ്പോൾ നിന്നോടുള്ള സ്നേഹവും കൂടും, വിശ്വാസവും കൂടും. പിന്നെ അതിലൂടെയാണ് നമ്മൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കേണ്ടതെന്ന് ആദർശ് പറഞ്ഞു കൊടുക്കുക. എന്നിറങ്ങിയാലോ, അപ്പോൾ ഞങ്ങൾ ഇതിനെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ശരി സാർ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവിടെ നിന്ന് പോണു. അങ്ങനെ അവർ പോകുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നത് കിരണിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, ഇവരുടെ കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് ആദർശിനും അതുപോലെ കിരണിനും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആദർശിന് ഭയങ്കര ടെൻഷൻ, കിരണും ഭയങ്കര പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എടാ അതെ, ഡേവിഡ് വിളിച്ചിട്ടുള്ള ഒട്ടുമിക്ക നമ്പറും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അയാൾ അബിയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് വിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ല, എത്ര തവണ വിളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു ആദർശ്. ഈ അടുത്തിടെ 1-2 തവണയെ വിളിച്ചിട്ടുള്ളൂ, പക്ഷേ ഞാൻ കുറച്ച് പിന്നിലോട്ടൊക്കെ നോക്കിയെന്ന് പറഞ്ഞു. ആദർശ് ദുബായിൽ പോയതിനു ശേഷം ഒരു ട്രാപ്പിൽ പെട്ടായിരുന്നല്ലോ. ആ സമയത്ത് ഈ ഡേവിഡുമായിട്ട് അവൻ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയും കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാണെന്നും ഞാൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് ദിവസം ആരുടെയും കണ്ണിൽ പെടാതെ മാറി നിന്നിരുന്നുവെന്നും ആ സമയത്ത് അഭിയും അവൻ്റെ അമ്മയും ഒക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ആദർശ്. ഇങ്ങനെ ഒരുത്തന് കുടുംബത്തിനകത്ത് വയ്ക്കുന്ന വലിയ അപകടമാണ് ആദർശ് എന്ന് കിരൺ അന്നേരം പറഞ്ഞു കൊടുക്കുക. നീ ആയിരുന്നില്ല, അവനായിരുന്നു വീട് വിട്ട് പോകേണ്ടിയിരുന്നതെന്നൊക്കെ കിരൺ പറയുമ്പം അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള അവസരം തന്നെയാണ് അവനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ആദർശ് നേരം പറഞ്ഞു. പിന്നെ ഈ ഡേവിഡ് വിളിച്ചവരെല്ലാം നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, അവർ കോൺടാക്ട് ചെയ്തുവരെയും അത് ആരാണെന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ 1-2 നമ്പറിലേക്ക് അയാൾ വിളിച്ചത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർ ആകെ വല്ലാണ്ടായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ തന്നെ, എന്നെപ്പോലെ തന്നെ പണി അറിയാവുന്ന ചിലർ അയാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരിക്കും ആ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ എന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ഇവരോട് 2 പേരോടുമായിട്ട് പറയുകയും ചെയ്തു. അപ്പം ഞാൻ ഈ പറഞ്ഞ അജ്ഞാത നമ്പറിലേക്കാണ് ഡേവിഡ് ഏറ്റവും കൂടുതൽ തവണ വിളിച്ചിട്ടുള്ളതെന്നുള്ള കാര്യവും പറയാം. പിന്നെ അയാൾ ഇന്ത്യക്കകത്താണോ പുറത്താണോ എനിക്കങ്ങോട്ട് കണ്ടെത്താനും പറ്റുന്നില്ല എന്നും പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഡേവിഡിന് കിടക്കുന്നത് കൊണ്ടേ ആദർശിൻ്റെ കാൽക്കുലേഷൻ സത്യമാകാൻ തന്നെയാണ് സാധ്യത എന്നും ആ ചേട്ടൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർക്ക് കുറച്ചുകൂടി ഒരു ഇത്. അപ്പോൾ ഈ ഡേവിഡിന് വെളിച്ചത്തേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ആരോ ആയിട്ടൊരു കണക്ഷൻ ഉണ്ടെന്നും അദ്ദേഹം ഇവരോട് പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശനും കിരണിനും വ്യക്തമായി കാര്യങ്ങൾ ഏകദേശമൊക്കെ. അപ്പോൾ നിങ്ങൾ തേടുന്ന പ്രതി അയാൾ തന്നെ ആയിരിക്കും എന്ന കാര്യവും ഇദ്ദേഹം ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം അങ്ങനെ ആരായിരിക്കും,
സേവിയറിനെ കണ്ടെത്താൻ പറ്റാത്ത ആളെ ഇനി ഞങ്ങളെങ്ങനെ കണ്ടുപിടിക്കാനാണെന്ന് കിരൺ ചോദിച്ചു. പക്ഷേ ആ ദൗത്യം ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി കണ്ടെത്തിയാലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ അന്വേഷണം നിർത്തിയിട്ടൊന്നുമില്ല, എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിച്ചോളാം. എന്ന് വെച്ച് അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുമെന്നൊന്നും എനിക്ക് തോന്നണില്ല, അത് ഞാൻ പറഞ്ഞേക്കാവെന്നും പറഞ്ഞു. അതുപോലെ തലച്ചോറുള്ളവരെ തേടിയാണ് ആദർശ് ഇപ്പം ഇറങ്ങിയിരിക്കുന്നതെന്ന് പറയും, അത് ഉറപ്പല്ലേ? അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ഗോൾഡ് ഇൻഡസ്ട്രി പോലും അവർ കീഴടക്കാൻ സാധ്യതയില്ലായിരുന്നല്ലോ. നിസ്സാരമായിട്ട് പല ഡീലുകളും അവർ സ്വന്തമാക്കത്ത് പോലും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇതിനിടയിലെ ഒരു സത്യം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എന്താന്ന് ആദർശ് ചോദിച്ചു. അത് കേട്ടിട്ട് ആദർശിന് വിഷമമൊന്നും തോന്നരുത് കേട്ടോ എന്നും പറഞ്ഞു. താൻ പറഞ്ഞോളാൻ പറഞ്ഞു. വേറൊന്നുമല്ല, നിങ്ങളുടെ കസ്റ്റമേഴ്സ് പലരും ഇപ്പോൾ ജ്വല്ലറിയുമായിട്ട് ഡീൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആദർശിന് അത് ഭയങ്കര നിരാശയായി പോയിട്ട് ആദർശ് ഇങ്ങനെ ആകെ വല്ലാണ്ടായിട്ടിരിക്കാം. അതായത് വരുന്ന വിഷുവിന് മൂർത്തി ജ്വല്ലറിയുടെ കസ്റ്റമേഴ്സ് മുക്കാലും ജ്വല്ലറി റാഞ്ചാനുള്ള ആ ഒരു സാധ്യതയുണ്ടെന്ന് സാരം. ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. വിവാഹ മാർക്കറ്റിലൊക്കെ അവർക്കിപ്പോൾ ഭയങ്കര ഡിമാൻഡും കാര്യങ്ങളൊക്കെ ആണെന്നും ആ വഴി അവരെ ശരിക്കും ആഞ്ഞു പിടിച്ചിരിക്കുകയാണെന്നും അങ്ങനെ വന്നാൽ അത് ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്നത് നിങ്ങളുടെ ജ്വല്ലറിയെ തന്നെ ആയിരിക്കുമെന്ന കാര്യവും അദ്ദേഹം പറയുവാണേ. അപ്പോൾ ആ ഒരു വലിയ വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതായത് ജ്വല്ലറിക്ക് താഴെയല്ല, മറ്റു പല ജ്വല്ലറികൾക്കും താഴേക്ക് മൂർത്തി ജ്വല്ലറി ചരിത്രത്തിൽ ആദ്യമായി താഴേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന കാര്യവും അദ്ദേഹം പറയുന്നു. ഇത് കേട്ട് കിരണും ആദർശും നടുങ്ങിപ്പോയി, അവർ ഞെട്ടിപ്പോയി. വിഷുവിന് 2ാം സ്ഥാനം ഉണ്ടാകുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ സേവിയർ പറയുന്നത് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് കൂപ്പ് കുത്തുമെന്ന് ചോദിച്ചു. ജ്വല്ലറിയും മറ്റുള്ളവരുമായിട്ടുള്ള കണക്ഷൻ വെച്ചിട്ടാട്ടോ ഞാനത് പറഞ്ഞത്. നിങ്ങളുടെ സെയിൽസൊക്കെ അവർ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർത്തി ജ്വല്ലറിയിൽ തിരക്ക് കുറയില്ലേ എന്ന് ചോദിച്ചു. പിന്നെ മറ്റ് ജ്വല്ലറിക്കാർക്കൊക്കെ അവരവരുടേതായിട്ട് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ എന്തായാലും ജ്വല്ലറിയിലേക്ക് പോകാനുള്ള സാധ്യതയും കാര്യങ്ങളും എല്ലാം കുറവാണ്. ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയും ജ്വല്ലറിയുമായിട്ടാണ് യഥാർത്ഥ കോമ്പറ്റീഷൻ നടക്കുന്നതെന്നും അവർ അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ആ ഒരു കോമ്പറ്റീഷനിൽ ജ്വല്ലറി ഏറെ മുന്നിലായതുകൊണ്ട് അതുപോലൊരു ഇറക്കം നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ അനിയുടെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് ആകെ വിഷമം. അവൻ MD ആയിട്ട് ചാർജ് എടുത്തതേ ഉള്ളൂ. ആ ഒരു നേരത്ത് ജ്വല്ലറി നേരെ താഴേക്ക് പോയാലേ ചിലപ്പോൾ അവൻ MD കസേര തന്നെ തെറിച്ചെന്ന് വരാമെന്നൊക്കെ ആദർശ് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു. കിരണിനും ആകെ ടെൻഷനായി. അത് സത്യം പറഞ്ഞ ഒരു ദുരന്തം തന്നെ ആയിരിക്കുമെന്നും ആദർശ് ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയുക. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു. ഇതൊന്നും അറിയാതെ നമ്മുടെ അനിയും അതുപോലെ നന്ദുവും കൂടി അവിടെ കേക്ക് മുറിക്കും. അപ്പോൾ കേക്ക് മുറിക്കാനായിട്ട് രണ്ടുപേരും ഒരിടത്ത് ഇങ്ങനെ ഒരു കടൽ തീരത്ത് സ്ഥലമാണ്, അവിടേക്ക് വന്നു. അവിടെ വന്ന് കേക്കൊക്കെ മേടിച്ച് വെച്ച് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഓർമ്മിക്കാനുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കണം ഇത്. അതൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അനി ഇരുന്നിങ്ങനെ നന്ദുവിനോട് സംസാരിക്കാം. ഞാൻ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോവുകയാണ്. ആ സമയത്തും ഞാൻ രാത്രി സമയങ്ങളിൽ നിന്നെ കാണാൻ ഓടിയെത്താറുണ്ടായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ കാണലൊക്കെ വളരെ കുറവല്ലേ, പിന്നെ വല്ലപ്പോഴും കൂടി ഇങ്ങനെ കാണാൻ കിട്ടുമ്പോൾ അത് പരമാവധി മുതലാക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരിയുടെ ഫോണിലേക്ക് കോള് വന്നു. അനിയത് കട്ട് ചെയ്തു. നീ എന്തിനാ കോള് കട്ട് ചെയ്തേന്ന് ചോദിച്ചു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ കേക്ക് മുറിച്ചാലോ? ആഹാ, ഇതെൻ്റെ ബർത്ത്ഡേ ആണോ? നിൻ്റെ മാത്രം ബർത്ത്ഡേ അല്ലേ എന്ന് ചോദിച്ചു. പക്ഷേ നമ്മൾ ഒന്നിച്ചല്ലേടാ അല്ലേ? അപ്പോൾ പിന്നെ ഒന്നിച്ചല്ലേടാ കട്ട് ചെയ്യണ്ടേ എന്ന് നന്ദു ചോദിച്ചപ്പം അത് നീ പറയുന്നത് കേൾക്കാനേ ഒരു സുഖമൊക്കെ ഉണ്ടെന്ന് അനിയ നേരം പറയണു. പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കേക്ക് മുറിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അവർ രണ്ടുപേരും കൂടെ പിന്നെ ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ രണ്ടുപേരുടെയും സ്വകാര്യതയിൽ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. മുഖത്ത് ഇങ്ങനെ കേക്കൊക്കെ തേച്ച് രണ്ടുപേരും കെട്ടിപ്പിടിച്ചൊക്കെ കടൽ തീരത്ത് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അതെല്ലാം സംഭവിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ അനി അതൊക്കെ സ്വപ്നം കാണുന്നതായിരുന്നു. അനി എന്നിട്ട് അവിടെ ഈ ഒരു സിറ്റുവേഷൻ സ്വപ്നം കണ്ടിങ്ങനെ അവിടെ ഓഫീസിൽ തന്നെ ഇരിക്കാം. നന്ദുവോ അവിടെ ദേ ഓഫീസിൽ. അപ്പോഴേക്കും അനിയുടെ കോള് വന്നു. നന്ദു അതെടുത്തു. എന്താണ് ഈ രാത്രിയിൽ നീ ഒന്നും ചെയ്യുന്നൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നിന്നെ ആലോചിച്ചിരിക്കുകയായിരുന്നു എന്ന് അനി ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാന്ന് ചോദിച്ചു കേട്ടോ. മൂർത്തി ജ്വല്ലറിയുടെ MD അവൻ. എന്നിട്ടും അവൻ്റെ ജോലിയൊന്നും ചെയ്യാതെ വേണ്ടാത്ത സ്വപ്നമൊക്കെ കണ്ടുകൊണ്ട് ചുമ്മാ കയറി ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നന്ദു വഴക്ക് പറയുമ്പോൾ ഇതെങ്ങനെയാണ് വേണ്ടാത്ത സ്വപ്നമാകുന്നതെന്ന് അനി ചോദിച്ചു. അതെ, നീ വീട്ടിൽ വിളിച്ച് ഇന്ന് വൈകിയേ വരത്തോളെന്ന് പറഞ്ഞില്ലായിരുന്നു ചോദിക്കുമ്പം അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും നല്ല സംശയമുണ്ട് ബർത്ത്ഡേ ആയിട്ട് നിനക്കൊപ്പം കറങ്ങാനുള്ള പ്ലാനാണോ എന്നുള്ളതൊക്കെ. അതുകൊണ്ട് ഹോട്ടൽ മുറിയൊന്നും അല്ല ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, കടൽ തീരത്താണെന്ന് അനി പറയുമ്പോൾ കടൽ തീരത്തോ? അപ്പം ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചു തരാമെന്നും എൻ്റെ മോള് കൃത്യസമയത്ത് അവിടെ എത്തിച്ചേർന്നാൽ മതിയെന്നും പറഞ്ഞു. എൻ്റെ പൊന്നനി, രാത്രി 12 മണിക്കൊക്കെ നിനക്കിത് എന്തിൻ്റെ കേടാടാ എന്ന് നന്ദു ചോദിക്കുമ്പോൾ എടി സേഫായിട്ടുള്ളൊരു സ്ഥലമാണ്, 12 മണിക്ക് കേക്ക് കട്ട് ചെയ്തിട്ടേ നമുക്ക് ഉടൻ തന്നെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഫുഡും കഴിക്കാം, എന്താ ഒരു കുഴപ്പമില്ല.
നീ ധൈര്യമായിട്ടിരിക്കെ. എന്തായാലും നമ്മുടെ പ്രായത്തിലുള്ളവരൊക്കെ ഇപ്പോൾ ആഹാരം കഴിക്കുന്നതേ 12 മണി കഴിഞ്ഞിട്ടാണല്ലോ. വീട്ടിൽ കയറുന്നതോ 3 മണിക്കും 4 മണിക്കും ഒക്കെ. പിന്നെ ഉച്ച വരെ കിടന്നങ്ങ് ഉറങ്ങുമെന്നൊക്കെ അനി ഇങ്ങനെ പറയുമ്പം അതുകൊണ്ടിപ്പോൾ വാർത്ത വരുന്നതൊക്കെ കണ്ടില്ലേ, നമ്മുടെ പ്രായത്തിലുള്ളവരൊക്കെ പെട്ടെന്ന് രോഗത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും ഒക്കെ പോവുകയാണെന്നുള്ളത് നീ ഒന്നും അറിയണില്ലേന്ന് ചോദിച്ചു. ഓ, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കൂടുതൽ കാലമൊക്കെ ജീവിച്ചിരുന്നിട്ട് ഇപ്പം എന്താ കാര്യം? പിന്നെ വാർദ്ധക്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാം നമ്മൾ പറയണമല്ലോ. പണ്ടത്തെ പെൺകുട്ടികളൊക്കെ ഒരു ചട്ടക്കൂട്ടിലായിരുന്നു ജീവിച്ചിരുന്നത്. ഇന്ന് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും കൂച്ചുവലം കൊണ്ടോ? ഫ്രീ ആയിട്ടല്ലേ നിങ്ങളൊക്കെ നടക്കുന്നേ? ആരാടാ പറഞ്ഞ ഫ്രീ ആയിട്ടാണ് നടക്കുന്നതെന്ന്? അച്ഛനും അമ്മയും കണ്ണുരുട്ടിയാൽ ഇന്നും എനിക്ക് പേടിയാണെന്ന് നമ്മുടെ നന്ദു അന്നേരം പറയണു. എടി, അങ്ങനെ നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ചിറക് മുളയ്ക്കുന്ന പ്രായത്തിൽ തന്നെ അവരുടെ ഇഷ്ടത്തിന് പറന്നു നടക്കുന്നവരാ. അപ്പോഴേ എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. നീ നിന്റെ ജോലിയിൽ ശ്രദ്ധിക്കാദ്യം കേട്ടോ. ഞാനൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിക്കോളാം. എന്താ പോരെ? ഇന്നത്തെ ദിവസം ഇനി കാര്യമായിട്ട് ജോലിയൊന്നും നടക്കത്തില്ല അടി, എനിക്കതിന് സാധിക്കില്ല. അതുകൊണ്ട് ഇന്ന് സമയം പോകുന്നതും വളരെ വളരെ സാവകാശമായിരിക്കും. ശരി, 10 മണിയാവാനേ 4-5 ദിവസത്തെ ദൈർഘ്യം ഉണ്ടെന്ന് തോന്നും. അവിടെ ചേട്ടനും എൻ്റെ ചേച്ചിയും കൂടി കമ്പനിയുടെ തകർച്ചയ്ക്ക് കാരണം അവരെ കണ്ടുപിടിക്കാനായിട്ട് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കാം. ആ സമയത്താണ് അവരെ ജോലിയിൽ ശ്രദ്ധിക്കാതെ പ്രേമിക്കാൻ നടക്കണത്. വെച്ചിട്ട് പോളാ അവിടെ നിന്നും പറഞ്ഞ് നന്ദു ദേഷ്യപ്പെട്ടു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. ആയിക്കോട്ടെ സമ്മതിച്ച് തന്നിരിക്കണമെന്നും പറഞ്ഞ് നന്ദു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പിന്നെ നന്ദു അവിടെ സന്തോഷമായിട്ട് നിൽക്കുന്നു, അനി ഇവിടെ സന്തോഷമായിട്ട് നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ നയനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അതെ, ഇനിയിപ്പോഴേ നിനക്ക് ശക്തമായൊരു എതിരാളി വരാൻ പോവാട്ടോ എന്ന് പറഞ്ഞു. ഈ നയന കളക്ഷൻസിന് ഭീഷണിയായിട്ട് വരാൻ പോകുന്നത് മാളവിക കളക്ഷൻസ് ആകട്ടോ എന്നൊക്കെ പറഞ്ഞു. അവളിപ്പോൾ എന്നെ വിളിച്ചായിരുന്നു എന്നും ആദർശ് പറയണം. മാളവികയുടെ ഡിസൈൻസിന് അവളുടെ തന്നെ പേരിടാൻ അവർ തീരുമാനിച്ചെന്നും മാളവിക കളക്ഷൻസ് എന്നാണെന്നുള്ള കാര്യം ആദർശ് നയനയോട് പറയുമ്പം അപ്പോൾ അത്രത്തോളം അതവർ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു നയന. എന്ന് വേണം കരുതാനെന്ന് നയനയോട് ആദർശ് പറയും. ഇനിയിപ്പം ഒരുപാട് പരസ്യമൊക്കെ ഉണ്ടാവും, അത് മാളവികയ്ക്ക് ഗുണം ചെയ്യും. പരസ്യം വരുന്നതോടെ അവളെ വലിയ ഓഫറുകൾ കൊടുത്ത് കൊത്തിക്കൊണ്ടു പോകാൻ ആൾക്കാരുണ്ടാകുമെന്നൊക്കെ ആദർശ് പറയുകയും ചെയ്തു. പക്ഷേ അവൾ മിടിക്കുകയാണെങ്കിൽ നിന്റെ സഹായം ഇല്ലാതെ നല്ല ഡിസൈൻസ് ഉണ്ടാക്കാൻ അവൾക്ക് പറ്റത്തില്ല കേട്ടോ എന്ന് ആദർശ് ഇങ്ങനെ പറഞ്ഞപ്പം നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് അവളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണെന്ന് നയന ആദർശിനോട് പറഞ്ഞു. പക്ഷേ എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്തിട്ടേ അഭിമാനമുള്ളത് നയനെ. അതിലുപരി മാളവിക കളക്ഷൻസ് മലയാളികളുടെ മനസ്സ് കീഴടക്കുമ്പം അതിലൂടെ ആത്മവിശ്വാസം ഉയരുന്നത് നിന്റെ തന്നെയാണെന്ന് ആദർശ് പറഞ്ഞു കൊടുക്കുക. തൽക്കാലം പരാജയം സമ്മതിച്ചുകൊണ്ട് വലിയ വിജയത്തിലേക്കാണ് നമ്മൾ കുതിക്കാൻ പോകുന്നത്. മുംബൈയിൽ വെച്ച് അമേരിക്കൻ കമ്പനിയുടെ ഒരു ഡീല് ഏൻ ജ്വല്ലർക്ക് കിട്ടിയെങ്കിൽ ഇനി വരുന്ന ഒട്ടുമിക്ക ഡീലുകൾ നമുക്ക് തന്നെ സ്വന്തമാകുമെന്നും മൂർത്തി ജ്വല്ലറി ഉയരുമെന്നും പറയും. ഇപ്പം നീ കാരണം മാളവികയ്ക്ക് ക്രെഡിറ്റ് ഉണ്ടാകുന്നത് പോലെ ഇനി വരുന്ന എല്ലാ നേട്ടങ്ങളുടെ ക്രെഡിറ്റും എനിക്കായിരിക്കുമെന്നും ആദർശ് പറയുക. അവൻ MD ആയ കമ്പനി ഒരിക്കലും താഴെ പോകാൻ പാടില്ല എന്നും ആദർശ് പറയുന്നു. ഈ വിഷു വരെ ഏൻ ജ്വല്ലറിയെ വളരാൻ നമ്മളങ്ങ് വിടുക, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടൈമായിരിക്കുമെന്നും ആദർശ് പറയണം. ഒരു കണക്കിന് മുത്തശ്ശനുമായിട്ട് പിണങ്ങി പിരിഞ്ഞതേ നന്നായി. അനി നയിക്കട്ടെ കമ്പനിയെ, അവനും കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ഇനി മാളവിക കളക്ഷൻസിൻ്റെ ആഡ് ഒരുപാട് കാണാമല്ലേ ആദർശേട്ടാ എന്നൊക്കെ നയനെ ഇങ്ങനെ പറഞ്ഞു. നവ്യയുടെ ഫോട്ടോ വെച്ചായിരിക്കും ചിലപ്പോൾ ആടൊക്കെ ചെയ്യാൻ പോകുന്നത്. നീ വരച്ച ഡിസൈനിലുണ്ടാക്കിയ ആഭരണങ്ങൾ മാളവികയുടെ പേരിൽ നിന്റെ ചേച്ചി കഴുത്തിലിട്ടുകൊണ്ടിരിക്കുന്ന പരസ്യമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്ന് നയനയോട് ആദർശ് ഇങ്ങനെ പറയുന്നു. എനിക്കൊപ്പം നിന്നോട് വന്ന് വലിയ ദേഷ്യമാണല്ലോ നവ്യയ്ക്ക്, പക്ഷേ നിന്റെ ഡിസൈനിൽ ഇനി അവൾ സ്റ്റാർ ആകാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ നയനയുടെ മുഖത്തൊരു പുഞ്ചിരി. എടി, പിന്നെ നീ കിട്ടുന്ന സമയത്തൊക്കെ നല്ല നല്ല ഡിസൈൻസൊക്കെ ഉണ്ടാക്കി വയ്ക്കാം, മാളവിക കുറച്ചുകൂടി അവരുമായിട്ട് അടുക്കട്ടെ എന്നൊക്കെ ആദർശ് ഇങ്ങനെ പറയുമ്പോൾ ചെയ്യാമെന്നും പറഞ്ഞ് നയനെ അവിടെ ഇരിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ അനിയാണെങ്കിൽ കേക്കൊക്കെ റെഡിയാക്കി അവിടെ വെയിറ്റ് ചെയ്യുക. എവിടെ? കടൽ തീരത്ത്. സമയത്ത് ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്ത ആളങ്ങോട്ടേക്ക് വന്നു. എങ്ങനെയുണ്ട് സാർ, ഇഷ്ടപ്പെട്ടോ? സാർ പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് അനി ഇങ്ങനെ പറയുന്നു. പിന്നെ നമ്മുടെ അനി അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. അപ്പോൾ അനി ചുമ്മാ ഫോൺ എടുത്ത് ഇങ്ങനെ ഇത് നോക്കാം, ഇപ്പം തന്നെ ഇത് അവൾക്ക് അയച്ചു കൊടുക്കണം, ഞാൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അവൾ അറിയട്ടെ, എന്നിട്ട് പെട്ടെന്ന് വരാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ അതെടുത്ത് അയച്ചു കൊടുത്തു. അതുവരെ ഇത് കണ്ടു നമ്മുടെ നന്ദു. ഇത് കണ്ടപ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷം. അവനാൾ ചില്ലറക്കാരനല്ലല്ലോ, എനിക്ക് വേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, പാവം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദു ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ, അനിയെ സ്വപ്നം കണ്ടുകൊണ്ട്. അപ്പോൾ എനിക്ക് അവനോട് അത്രത്തോളം ഇഷ്ടമുണ്ട്, പക്ഷെ അതൊന്നും അവൻ്റെ മുന്നിൽ കാണിക്കാൻ പറ്റില്ല, കാണിച്ചാൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അവിടെ ഇരിക്കുക. അനി പാവം കേക്ക് മുറിക്കാനായിട്ട് കേക്കും വെച്ച് ഇങ്ങനെ നന്ദുവിനെ കാത്തിരിക്കുക കേട്ടോ.
അങ്ങനെ നന്ദുവായിട്ട് ആദ്യം കണ്ടത്, അതുപോലെ നന്ദുവായിട്ട് ആദ്യം ഇഷ്ടപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ, അങ്ങനെ ഓരോന്നിങ്ങനെ സ്വപ്നം കണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നവ്യ റൂമിലേക്ക് വരുമ്പോൾ നവ്യ ഇങ്ങനെ അവിടെ ഇരുന്ന് ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നവ്യ ഡേറ്റ് നോക്കുന്നത് കണ്ടപ്പോഴത്തേക്കും എന്നാ ഇതുള്ള ഡേറ്റ് നോക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അബി അകത്തേക്ക് കയറി വന്നു. അല്ല നീ എന്താ ഈ കലണ്ടറിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കണേ? അല്ല ഞാൻ വെറുതെ ഒന്ന് നോക്കിയപ്പോഴാണ് നാളത്തെ ഡേറ്റ് ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു. എന്ത്? ഞാൻ വീട്ടിലായിരുന്നപ്പോൾ ആ ദിവസം കേക്ക് കട്ടിയാറുണ്ടായിരുന്നു എന്ന് നവ്യ പറയാട്ടോ. അതെന്താ നാളെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ എന്ന് അബി ചോദിക്കുമ്പം അതെ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഇളയ സന്താനത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയാം. പിന്നെ നമ്മളുണ്ടായ അബി അവൾക്ക് ഒരു വയസ്സും കൂടി ഒരു വയസ്സ് മാത്രമല്ല ഒരെല്ലും അവൾക്ക് കൂടിയിട്ടുണ്ടെന്ന് അബി പറയാ. കഴിഞ്ഞ ദിവസം ആ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ അവൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തതാ. എന്താ ഇത്തവണ നിനക്ക് പോവാനോ? അവളെപ്പറ്റി ഇനി സംസാരിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് നവ്യ അബിയോട് പറയുമ്പോൾ അബിക്ക് സന്തോഷം. ഞെളിഞ്ഞങ്ങ് നിൽക്കുക. ഇത്തവണ ആഘോഷമൊന്നും കാണില്ലായിരിക്കും. പ്രിയപ്പെട്ട മോളും മരുമോനൊക്കെ പുറത്താണല്ലോ, അതിൻ്റെ വിഷമം കാണും അച്ഛനും അമ്മയ്ക്കും ഒന്നും. അതുപോലെ തന്നെ പിറന്നാളുകാരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നവ്യ അനി എത്തേണ്ട സമയമായല്ലോ, അവനിതായിട്ട് വന്നോ? അതൊക്കെ ആരാ ശ്രദ്ധിക്കുന്നത്? വന്നില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അവൻ്റെ വണ്ടിയൊന്നും പുറത്ത് കാണുന്നില്ലല്ലോ. അപ്പോൾ അവനിപ്പോൾ വലിയ MD അല്ലേ, അതുകൊണ്ട് സമയത്തും കാലത്തൊന്നും വരത്തില്ലായിരിക്കും എന്ന് നവ്യ. വലിയ തിരക്കുള്ളവനല്ലേ, എത്ര തിരക്കുണ്ടെങ്കിലും അവൻ 10 മണിക്ക് മുന്നേ ഇവിടെ എത്താറുള്ളതാണെന്ന കാര്യം അബി പറയാം. ഇന്ന് അവൻ ലേറ്റായിട്ടാണ് വരുന്നതെങ്കിൽ ഒരു കാര്യം നീ ഉറപ്പിച്ചോ, നിന്റെ അനിയത്തി അവനും തമ്മിൽ ഇപ്പോഴും കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട് എന്ന്. അപ്പോഴത്തേക്കും നവ്യക്കിതായി. നിന്റെ വീട്ടിലൊന്ന് വിളിച്ച് തിരക്കിയിരുന്നെങ്കിൽ അവൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയാമായിരുന്നല്ലോ. ഞാൻ വിളിച്ചിട്ട് എന്തായാലും അവളുടെ കാര്യം തിരക്കാൻ പോകുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. എടി ഞാൻ പറയുന്നത് സത്യം, നീ ഒന്നും അനുസരിക്കും. അവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്, അതിന് സാക്ഷികളുണ്ട്. അവർ തമ്മിൽ കണ്ടാലും കണ്ടില്ലെങ്കിലും ശരി, നീ വിചാരിക്കുന്നത് പോലെ ഒരു ബന്ധം ഇനി അവർ തമ്മിൽ നടക്കാനും പോകുന്നില്ല. അത് ഞാൻ എഴുതി തരാമെന്ന് നവ്യ. അല്ല നിങ്ങൾ തമ്മിൽ പിന്നെ കണ്ടിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, കാണാതിരിക്കണേ എന്ന എൻ്റെ പ്രാർത്ഥന. കണ്ടു കഴിഞ്ഞാൽ അവളോട് നോർമലായിട്ട് സംസാരിക്കാനും പെരുമാറാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്യുകയില്ല. അത്രയ്ക്ക് വെറുപ്പം എനിക്ക് അവളോടൊന്നും പറഞ്ഞാൽ. നവ്യ വലിയ ഷോ കാണിക്കുക അബിയുടെ മുന്നിൽ നിന്ന്. ഇതൊക്കെ കണ്ട് അഭിമോനെ ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ചെയ്യാൻ ബൈ ബൈ, ടാറ്റാ.